നമസ്കാരം സർ. ഇന്ന് മിയാമി അതിഥി മുരുകൻ കാട്ടാക്കട സാറാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കവികൾ, ലോകത്തിലെ ലോക മലയാളികൾ ആരാധിക്കുന്ന ഹൃദയത്തിൽ ആരാധിക്കുന്ന കവിയും കൂടിയാണ് അദ്ദേഹം. ഞാനടക്കമുള്ള മലയാളികളും അതുപോലെ തന്നെ പ്രവാസികളൊക്കെ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പാടുവാൻ ആഗ്രഹിക്കുന്ന കവിതയാണ് ഈ പറയുവാനാകാത്ത എന്ന് പറയുന്ന സാറിൻ്റെ വിശ്വവിഖ്യാതമായ കവിത. ഈ കവിത സാറിൻ്റെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മുഹൂർത്തത്തിൽ സാറിനെ കിട്ടി എന്നുള്ളതാണ് സന്തോഷം. അതോടൊപ്പം തന്നെ ഞാൻ ആ കാലഘട്ടത്തിൽ ഞാൻ ഓർമ്മിച്ചു പോകണം. 2014 കാലഘട്ടത്തിൽ സൗദി അറേബ്യയിലെ റിയാദിലുണ്ടായ കാലഘട്ടത്തിൽ ഒറ്റയ്ക്ക് മുറിയടിച്ചിരുന്ന് ഞാനൊന്നും ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ സാറിനെ കണ്ടത് വളരെ സന്തോഷം. സാറ് ഒന്ന് 2 വരി. സന്തോഷമായി. മിയാമി നല്ല പേരാണ്. കാരണം മിയാമി അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ഏറ്റവും കൊള്ളാവുന്ന ഒരു പ്രദേശമാണ്. അത് ഞാൻ ധാരാളം പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഏതാണ്ടൊരു ഈ കാലാവസ്ഥയും ഈ ഭൂപ്രകൃതിയും അന്തരീക്ഷവും എല്ലാം ഏതാണ്ട് ഈ കേരളത്തെ പോലെയാണ്. ഏതാണ്ട് കേരളത്തെ പോലെയാണ്. ആവശ്യം പോലെ പച്ചപ്പുള്ള ഒരു നാടാണ്. അപ്പോൾ എന്തായാലും സന്തോഷപ്പെട്ട് വരാൻ കഴിഞ്ഞില്ല കേട്ടോ. അത് ഒരു രാക്കിളിക്കൊരു മറുപാട്ടെന്നൊരു കവിതയാണ്. അത് സിനിമയിൽ വന്നിട്ടുണ്ട്. പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ, പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ, ഇനി എനിക്കിവിടിരുന്നൊറ്റയ്ക്കു പാടുവാൻ കഴിയുമോരാക്കിളി കൂട്ടുകാരി. ഇനിയൻ കരൾ കൂട്ടിൽ നിലവിന്റെ കുയിൽ മുട്ട അടപൊട്ടി വിരിയുമോ കൂട്ടുകാരി. ഇനി എൻ്റെ ഓർമ്മകളിൽ നിറമുള്ള പാട്ടുകൾ മണിവീണ മൂളുമോ കൂട്ടുകാരി. നഷ്ടമോഹങ്ങൾക്കുമേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി. ഇഷ്ടമോഹങ്ങൾക്കു വർണ്ണരാഗം ചേർത്തു പട്ടുനെയ്യുന്നു നീ പാട്ടുകാരി. നഷ്ടമോഹങ്ങൾക്കു മേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി. കൂട്ടിക്കുറച്ചു ഗുണിക്കുമ്പോഴൊക്കെയും തെറ്റുന്നു ജീവിത പുസ്തകത്താൾ. കാണാക്കണക്കിൻ കളങ്ങളിൽ കണ്ണുനീർ പേനത്തലപ്പിൽ നിന്നൂർന്നു വീണു. ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി. ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കു വേണ്ടി. പ്രിയമുള്ള രാക്കിളി, പ്രിയമുള്ള രാക്കിളി, നീ നിന്റെ പാട്ടിലെ ചോദ്യം വിഷാദം പകർന്നു തന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ കണ്ണുനീരൊപ്പമാ പാതേയ ഉണ്ണുന്നു ഞാൻ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നമസ്കാരം സർ. ഇന്ന് മിയാമി അതിഥി മുരുകൻ കാട്ടാക്കട സാറാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കവികൾ, ലോകത്തിലെ ലോക മലയാളികൾ ആരാധിക്കുന്ന ഹൃദയത്തിൽ ആരാധിക്കുന്ന കവിയും കൂടിയാണ് അദ്ദേഹം. ഞാനടക്കമുള്ള മലയാളികളും അതുപോലെ തന്നെ പ്രവാസികളൊക്കെ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് പാടുവാൻ ആഗ്രഹിക്കുന്ന കവിതയാണ് ഈ പറയുവാനാകാത്ത എന്ന് പറയുന്ന സാറിൻ്റെ വിശ്വവിഖ്യാതമായ കവിത. ഈ കവിത സാറിൻ്റെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മുഹൂർത്തത്തിൽ സാറിനെ കിട്ടി എന്നുള്ളതാണ് സന്തോഷം. അതോടൊപ്പം തന്നെ ഞാൻ ആ കാലഘട്ടത്തിൽ ഞാൻ ഓർമ്മിച്ചു പോകണം. 2014 കാലഘട്ടത്തിൽ സൗദി അറേബ്യയിലെ റിയാദിലുണ്ടായ കാലഘട്ടത്തിൽ
ഒറ്റയ്ക്ക് മുറിയടച്ചിരുന്ന് ഞാനൊന്നും ഇങ്ങനെ പാട്ട് കേട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായി. അപ്പോൾ സാറിനെ കണ്ടത് വളരെ സന്തോഷം സർ. സാറ് ഒന്ന് 2 വരി. സന്തോഷമായി. മിയാമി നല്ല പേരാണ്. കാരണം മിയാമി അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ഏറ്റവും കൊള്ളാവുന്ന ഒരു പ്രദേശമാണ്. അത് ഞാൻ ധാരാളം പോയിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഏതാണ്ടൊരു ഈ കാലാവസ്ഥയും ഈ ഭൂപ്രകൃതിയും അന്തരീക്ഷവും എല്ലാം ഏതാണ്ട് കേരളത്തെ പോലെയാണ്. ഏതാണ്ട് കേരളത്തെ പോലെയാണ്. ആവശ്യം പോലെ പച്ചപ്പുള്ള ഒരു നാടാണ്. അപ്പോൾ എന്തായാലും സന്തോഷപ്പെട്ട് വരാൻ കഴിഞ്ഞില്ല കേട്ടോ. അത് ഒരു രാക്കിളിക്കൊരു മറുപാട്ടെന്നൊരു കവിതയാണ്. അത് സിനിമയിൽ വന്നിട്ടുണ്ട്. പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ, പറയുവാനാകാത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ, ഇനി എനിക്കിവിടിരുന്നൊറ്റയ്ക്കു പാടുവാൻ കഴിയുമോരാക്കിളി കൂട്ടുകാരി. ഇനിയൻ കരൾ കൂട്ടിൽ നിലവിന്റെ കുയിൽ മുട്ട അടപൊട്ടി വിരിയുമോ കൂട്ടുകാരി. ഇനി എന്റെ ഓർമ്മകളിൽ നിറമുള്ള പാട്ടുകൾ മണിവീണ മൂളുമോ കൂട്ടുകാരി. നഷ്ടമോഹങ്ങൾക്കുമേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി. ഇഷ്ടമോഹങ്ങൾക്കു വർണ്ണരാഗം ചേർത്തു പട്ടുനെയ്യുന്നു നീ പാട്ടുകാരി. നഷ്ടമോഹങ്ങൾക്കുമേലടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി. കൂട്ടിക്കുറച്ചു ഗുണിക്കുമ്പോഴൊക്കെയും തെറ്റുന്നു ജീവിത പുസ്തകത്താൾ. കാണാക്കണക്കിൻ കളങ്ങളിൽ കണ്ണുനീർ പേനത്തലപ്പിൽ നിന്നൂർന്നു വീണു. ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കുവേണ്ടി. ദുഃഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം ആർക്കുവേണ്ടി. പ്രിയമുള്ള രാക്കിളി, പ്രിയമുള്ള രാക്കിളി, നീ നിന്റെ പാട്ടിലെ ചോദ്യം വിഷാദം പകർന്നു തന്നു. ഒറ്റയ്ക്കിരിക്കുമ്പോഴൊക്കെ കണ്ണുനീരൊപ്പമാ പാഥേയുണ്ണുന്നു ഞാൻ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് സർ. എന്താ ഉണ്ടായേ?
നമസ്കാരം. ഇന്ന് കോഴിക്കോട് മലാപ്പറമ്പ് പോസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു ലീവ് ദിവസം കൂടിയാണല്ലോ, സെൻട്രൽ ഹോളിഡേയാണ്. അപ്പോൾ കടലുണ്ടിയിലെ ഈക്കോ ടൂറിസം, അതുപോലെ തന്നെ മിയാമി ഒരുക്കിയ ഒരു വൺ ഡേ ട്രിപ്പ്, ഇന്നത്തെ ഒരു അനുഭവം, കടലുണ്ടിയിലെ കണ്ടൽക്കാടുകൾ, പക്ഷിസങ്കേതം, അഴിമുഖം, പുഴയിലുള്ള യാത്ര, കരിമീൻ ചെമ്മീനോടുകൂടിയുള്ള സീ ഫുഡ് ഭക്ഷണം, എല്ലാം കൊണ്ടുള്ള ഇന്നത്തെ ഒരു യാത്ര. സാർ നമസ്കാരം. സനോജ് സാറായിരുന്നു കോർഡിനേറ്റ് ചെയ്തത്. അതൊന്ന് പറയാമോ സാർ, അഭിപ്രായം പറയാമോ? വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഞങ്ങൾ എല്ലാവർക്കും. ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾക്ക് ഭക്ഷണമായാലും എല്ലാ കാര്യങ്ങളിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ ഞങ്ങളെല്ലാവർക്കും വളരെ ഇഷ്ടമായിട്ടുണ്ട്. മേഡം പറഞ്ഞോളൂ. അടിപൊളി ഫുഡ്, സൂപ്പർ ആയിട്ടുണ്ട്, പൊളിച്ചത്. അതെ അതെ, ഞാൻ പറഞ്ഞോളൂ. അടിപൊളി അടിപൊളി ശരിക്കും. കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും. അതെ അതെ, അപ്പോൾ ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. ദേവുട്ടീനോടും കൂടെ ചോദിക്കാം അഭിപ്രായങ്ങൾ. ആരുടെ? ഇതാ മോള് പറഞ്ഞോളൂ. ഇതാ പറ. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം, കവിത പാടും തീരം. കണ്ണോടു കരിയുടും മണ്ണുതിരും മണമോ, പെണ്ണിനു വിയർപ്പാലേ മധുമണമോ, ഞാറ്റോല പച്ചവള